Who will win the 2026 FIFA World Cup? ഡിസംബർ 2025 ചോദിച്ചതാ. പോർച്ചുഗൽ. ഡോണിക്സ് ക്ലാഷ് സേസ് പോർച്ചുഗൽ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ എടുക്കും. സ്പെയിൻ. 2026 വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ ചാൻസ് ഫ്രാൻസിനാണ് എനിക്ക് തോന്നുന്നത്. ബ്രസീലാണ് അടിക്കാൻ ചാൻസ്. പോർച്ചുഗൽ. അണ്ണൻ ഞാൻ ഓർക്കുന്നു. അർജന്റീന. ഇറ്റലി കയറണമെന്നാണ് ആഗ്രഹം, പക്ഷെ കാലങ്ങളായിട്ട് കയറുന്നില്ല. അപ്പം ഇറ്റലി ഇല്ലാത്ത സ്ഥിതിക്ക് എൻ്റെ അഭിപ്രായത്തിൽ സ്പെയിൻ തന്നെയാണ് ചാൻസ്. അർജന്റീന. എൻ്റെ ടീം ബ്രസീലാണ്. ബ്രസീൽ അടിക്കും തന്നെയാണ് പ്രതീക്ഷ. നല്ല സ്കോഡ് ഉണ്ട് ഇപ്രാവശ്യം. തീർച്ചയായും ബ്രസീൽ അടിച്ചിരിക്കും. പോർച്ചുഗൽ അടിക്കട്ടെ എന്നാണ് ആഗ്രഹം, പക്ഷേ ബ്രസീൽ അടിക്കും. ബ്രസീൽ. നെയ്മർ ഒരു കപ്പ്. കപ്പ്. സ്പെയിൻ. Guys, ഡിസംബർ 2025. Okay, I said Spain. Guys, that is enough for my credibility, okay? My credibility hasn't lost. I don't think so. False. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും നിങ്ങൾ അങ്ങനെ സീരിയസ് ആക്കണ്ട. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫുൾ ആയിട്ട് കേൾക്കണം. ഫ്രാൻസ് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ പോരാ. അതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിലെ മിഡ്ഫീൽഡ് ബാറ്റിൽ. ഓക്കെ, മിഡ്ഫീൽഡ് ആണെങ്കിലും കളിയുടെ ഒരു കൺട്രോൾ ഒക്കെ സ്പെയിൻ ആണ് നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആൻഡ് റോഡ്രി ആളുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ, അതുപോലെ സെക്കൻഡ് ബോൾസ് ആണെങ്കിലും ബോൾ തിരിച്ച് വിൻ ചെയ്യുന്ന കാര്യത്തിലും ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് ഫെയിൽ ആയാൽ, നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു ഫ്രാൻസിന്റെ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാണാൻ കഴിയൂല. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ആൻഡ് അതന്നെയാണ് ഉണ്ടായതും. ഫ്രാൻസ് തന്നെ ജയിക്കുന്നു ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയാനുള്ള ഒരു റീസൺ, ഇന്നെപ്പോലെ ഒരു പി ബ്രെയിൻ ഫുട്ബോൾ ബോൾ നോളേജ് അല്ലെങ്കിൽ കളിനെ പറ്റി അനലൈസ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് വരെ മനസ്സിലായി എന്ത് ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ ഉണ്ടാവും, ആൻഡ് ഫ്രാൻസിന് അത് ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു കാര്യം. അപ്പൊ അത്രയും വിവരമുള്ള ഫ്രാൻസിന്റെ കോച്ചും ബാക്കിയുള്ള പ്ലേയേഴ്സും കോച്ചിങ് സ്റ്റാഫും ഇവർക്കും ഈ ഒരു ബോധ്യമൊക്കെ ഉണ്ടാവണല്ലോ, അല്ലേ? അങ്ങനല്ലേ വേണ്ടത്. എന്നിട്ട് ഓരെന്തത് കളിക്കാൻ വന്നത് എന്താ, ഞങ്ങൾ ഏതോ ലക്കട ടീമിനേറ്റും കളിക്കാൻ വരികയാണ്, ഞങ്ങൾ അറ്റാക്കിംഗ് ബ്രില്യൻസ് 4 പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുമ്പോ തന്നെ ആ ടീമിനെ ബീറ്റ് ചെയ്യാൻ കഴിയും, അങ്ങനൊക്കെ വന്നാ പിന്നെ എങ്ങനെ? നമ്മൾ എന്ത് ചെയ്യാനാ? ഫ്രാൻസിനെ ഇതുവരെ കളിച്ച ബാക്കി ഏത് ടീമിനും ടെസ്റ്റ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലൊക്കെയുള്ള ഒരു വലിയ സംഭവം. മര്യാദക്ക് ഒരു +2ന്റെ ഡിഫിക്കൽട്ടി പോലും ഫ്രാൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് സ്പെയിനിനെ ഫേസ് ചെയ്തപ്പോൾ ലിറ്ററലി നീറ്റ് എക്സാം എഴുതുന്ന പോലെ, എടാ ഇറ്റങ്ങൾക്ക് ഒരു അന്തമില്ല എന്താ ചെയ്യേണ്ടിയെന്ന്. ആകെ കിളി പോയി കട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ്. മര്യാദക്ക് ഒരു ചാൻസ് പോലും ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെയോ ഇവർ ചെയ്യാൻ നോക്കി, ചെറുക്കി ഇങ്ങനെ മേലക്കൂടെ ഒക്കെ കുറച്ച് ബോളൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കി. എടാ പ്ലേയേഴ്സ് ഓർഡർ പോലും ഇല്ല, അത്രയും വേഴ്സിറ്റിയില്ല, ആർക്കും ഓടണ്ട ലാസ്റ്റ്. ഐ തിങ്ക് ഈ ഒരു ഡാറ്റ മാത്രം മതി എവിടെയാണ് ഫ്രാൻസിന് പിഴച്ചത് എന്ന് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കി തരാൻ. റോഡ്രി അലോൺ വോൺ മോർ ഡ്യുവൽ ദാൻ ഫ്രാൻസിന്റെ എൻറ്റയർ മിഡ്ഫീൽഡ്. ഈ ഒരു മാച്ചിന്റെ ഏതൊരു പീരീഡിലും സ്പെയിനിന്റെ മുകളിൽ ഒരു അപ്പർ ഹാൻഡ് ഫ്രാൻസിന് ഉണ്ടായിരുന്നില്ല. അതിപ്പോ മിഡ്ഫീൽഡ് എന്ന് മാത്രമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡിഫെൻസീവ്ലി ഉള്ള ആ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും, ആ ഒരു പേഷ്യൻസ് ആണെങ്കിലും, ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണെങ്കിലും, ഇനിയിപ്പോ പ്ലേയേഴ്സ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, പൊസിഷനിൽ ഒരാൾ മാറി നിന്നാൽ അപ്പുറത്ത് മറ്റൊരാൾ എത്ര പെട്ടെന്ന് സപ്പോർട്ടിന് വരുന്നതെന്ന് അറിയോ? മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രാൻസിന്റെ ഏത് ഈ വലിയ അറ്റാക്കറുടെ അടുത്ത് ബോൾ കിട്ടുമ്പോഴും ഒരാളല്ല ആളെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നത്, 2 ആൾക്കാർ മിനിമം ഉണ്ടാവും. അതിൽ തന്നെ ഒയർസബാൽ എത്രത്തോളം ഡീപ്പായി വന്ന് ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡാനി ഓൾമോ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ബയൻ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എടാ അങ്ങനെയും ഇവർ എഫേർട്ട് ഇട്ടു. അതും കൂടെയാണ് കേട്ടോ ഇതിന്റെ ഒരു ഫാക്ടർ. അല്ലാതെ റോഡ്രിയും മറ്റ് മിഡ്ഫീൽഡേഴ്സും മാത്രമല്ല സ്പെയിനിന്റെ ഈ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസിന് കാരണം. മാച്ചിന്റെ 15-ാം മിനിറ്റിലൊക്കെ ആയിട്ട് ഫ്രാൻസ് നടത്തിയ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു, ഡെംബലയുടെ ഒരു കിഡിലൻ പാസ്, ആൻഡ് എംബാപ്പെ വാസ് ത്രൂ ഓൺ ഗോൾ. പക്ഷേ ആള് ഒരു ഡിഫൻഡറെ അങ്ങോട്ട് ഒന്ന് ബീറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്ക് 3 ഡിഫൻഡേഴ്സ് ആയിട്ട് അത് മാറി. പിന്നെ ആള് സപ്പോർട്ട് നോക്കിയപ്പോൾ അത് 8 ഡിഫൻഡേഴ്സ് ആയിട്ട് മാറി. ലിറ്ററലി നമ്മളെല്ലാവരും ഭയന്നിട്ടുണ്ടായിരുന്ന ഫ്രാൻസിന്റെ ആ ഒരു അറ്റാക്കേഴ്സിന് സമാധാനം ഈ സ്പാനിഷ് പ്ലേയേഴ്സ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എംബാപ്പെ, ഒലീസെ, ഡെംബലെ, ഡുയെ, ഡ്രാക്കുള ഇവരെല്ലാവരും അത്രയും ഇമ്പാക്ട്ലെസ് ആയത്. മാച്ചിന്റെ 19-ാം മിനിറ്റിലാണ് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് വരുന്നത്. ലൂക്ക ഡിന്നെ ആള് പന്ത് ക്ലിയർ ചെയ്യാൻ നോക്കിയതാ, യമാലിനെയാണ് ക്ലിയർ ചെയ്തത്.
ഹോണസ്റ്റ്ലി യമാൽ ആ ഒരു ബോൾ എടുക്കാനൊന്നും നോക്കുന്നില്ലായിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, അതൊരു പെനാൾട്ടി കൊടുക്കുന്നു. ആൻഡ് ഒയർ ജബാൽ ഒരു കിഡിലൻ പെർഫെക്റ്റ് പെനാൽറ്റി. സ്പെയിൻ ലീഡ്സ് 1-0. അതിനുശേഷം ഫ്രാൻസിന്റെ ആ ഒരു ലെഫ്റ്റ് ഏരിയ അത്രയും വീക്കായി. കാരണം ലുക്ക ഡിന്നെ ആളാകെ സങ്കടത്തിലായി, അല്ലെങ്കിൽ ടെൻഷനായി, കട്ടായി തന്നെ പറയാം. പിന്നെ ത്രൂ ഔട്ട് ആളെ സപ്പോർട്ട് ചെയ്യുന്നത് വരെ വളരെ പുവർ ആയിട്ടുള്ള, കോൺഫിഡൻ്റ് അല്ലാത്ത ഒരു കളിയായിരുന്നു. ആൻഡ് അത് ഫ്രാൻസിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പറയേണ്ട ഒരു കാര്യം, ജമാൽ മോന് അങ്ങനത്തെ ഒരു സാധനം അത്രക്ക് നന്നായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഒരു എൻറ്റയർ വേൾഡ് കപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസിൻ്റെ ഒരു 50% പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു മാച്ചിലും ആൾ സ്റ്റാൻഡ് ഔട്ട് ഒന്നും ആയിരുന്നില്ല. ആളുടെ ജോബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ഓൺ ദ വിന്നിങ് ടീം. മാച്ച് തുടങ്ങുന്നതിന് മുന്നേ കുറേ ഡയലോഗൊക്കെ അടിച്ചിരുന്നു. ജയിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് ചില നല്ല പ്ലേസിലും ആള് പാർട്ടായിരുന്നു കേട്ടോ. ഒരു ക്വിക്ക് കോമ്പിനേഷൻ പ്ലേ, നമ്മളെ പണ്ടത്തെ ടിക് ടാക്ക് ഒക്കെ പോലത്തെ ഒരു സാധനം ഫ്രാൻസിന്റെ ബോക്സിന്റെ മുന്നിൽ നിന്ന് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിടിലൻ സംഭവം കേട്ടോ. അത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒന്ന് രോമാഞ്ചൊക്കെ വന്നു. 58-ാം മിനിറ്റിൽ സ്പെയിൻ അടിച്ച ആ ഒരു സെക്കൻഡ് ഗോളും കിഡിലൻ പ്ലേ. ഗോൾ അടിച്ച പെഡ്രോ പോറോ ആണ് ഓൾമോക്ക് ആ ഒരു പാസ് കൊടുക്കുന്നതും ഓൾമോയുടെ 1-2 റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോണതും. ഫ്രാൻസിന്റെ ഡിഫൻഡേഴ്സ് മൊത്തത്തിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി, എന്താ അവിടെ നടക്കുന്നത്. ആൻഡ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഓൾമോക്ക് കൊടുക്കണം എന്നുള്ളതാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. പോറോ ഒരു ഫുൾ ബാക്ക് ആണെങ്കിലും കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഫിനിഷ്. ഹോണസ്റ്റ്ലി ഈ ഒരു മൊമെന്റിൽ തന്നെ കളി കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പോഴും ഇതിന് മുന്നത്തെ ആ ഒരു നേഷൻസ് ലീഗിലെ മാച്ചിന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നു, ഇനി ചെറുക്കിയും വേറെ ആരെങ്കിലും ഒക്കെ ഇറങ്ങിയിട്ട് ചെറിയ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടെ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം ബാക്കിയുള്ള പല നോക്കൗട്ട് മാച്ചസ് പോലെയൊക്കെ വരും എന്നിങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷേ കോച്ച് എപ്പോഴാണ് ചെറുക്കിനെ തന്നെ ഇറക്കിയത്? എന്താ പറയുക, ചെരക്കാൻ ഇറക്കിയതാണോ ലാസ്റ്റ് കുറച്ചു നേരത്തിന്? എങ്കിൽ പോലും ആളിറങ്ങിയപ്പോഴാണ് ഫ്രാൻസ് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫോർവേഡ് പ്ലേ കുറച്ചും കൂടെ ഒക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കിയത്. അപ്പോത്തിന് ഫ്രാൻസിന്റെ ബാക്കിയുള്ള അറ്റാക്കേഴ്സ് എല്ലാവരും കളി തോറ്റു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലെ ചില പ്ലേയേഴ്സിനെ കുറിച്ച് എടുത്ത് പറയാനുണ്ട് കേട്ടോ. നമ്പർ 1 ഉനായ് സിമോൺ. ആൾക്കാർ ചോദിക്കും എന്തിനാണ് റായന്റെയും മറ്റേ ബാർസലോണ കീപ്പർ മേലേക്ക് ഇയാൾ ഇറക്കുന്നത്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടാ ആ ഒരു കോച്ചിന് ഡെഫോൻഡേക്ക് ഇയാളെ മേലെ ഒരു എക്സ്ട്രാ വിശ്വാസം ഉണ്ട്. ഈ മാച്ചിൽ ആൾക്ക് കുറെ ഷോർട്ട് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രേസി സേവ്സ് നടത്താനോ ഉള്ള ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് ആള് ബോക്സിന്റെ പുറത്ത് ഓടി വന്നിട്ട് ക്ലിയർ ചെയ്യുന്നതാണെങ്കിലും കളി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിൽ ആള് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുബാർസി ആൻഡ് ലപ്പോർത്ത്, എടാ ഇത് സൗദി പോയി വന്നൊരു സെന്റർ ബാക്ക് ആടാ. ഇപ്പോഴും ഹി ഈസ് ഡോമിനേറ്റിംഗ്. കുബാർസി ഈ വേൾഡ് കപ്പില് 19-ാം വയസ്സിൽ അത്രയും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. കുക്രയ്യ ആസ് വെൽ. എടക്കൊലീസനെ ഒന്ന് തല്ലാനൊക്കെ നോക്കി, ഹി വാസ് ഓൾസോ ഡീസന്റ്. ഓക്കെ, വെരി ഗുഡ് പെർഫോമൻസ്. റയലിന് ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മാസീവ് അപ്ഗ്രേഡ് എന്ന് തന്നെ പറയാം. റോഡ്രിയുടെ കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ഹി പ്ലേഡ് ഗുഡ്. ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോമഡിയാണ്. ഈ ഒരു മാച്ചിന്റെ തലേന്ന് വരെ എല്ലാവരും അഡ്രിയാൻ റാബ്യൂട്ടിന് നമ്മൾ ആ ഒരു റെസ്പെക്ട് കൊടുക്കണം, ആൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയായിരുന്നു, പറയിപ്പിച്ചു. ആൻഡ് എല്ലാവരും റാബ്യൂട്ടിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ടു മച്ച് മണിയും അങ്ങനെയൊക്കെ തന്നെ. ഇഞ്ചുറിന്ന് വന്നിട്ട് ഇവരെന്തിനാണ് അത്രയും നേരം കളിച്ചത് എന്ന് ഓൻക്കും അറിയില്ല, കോച്ചിനും അറിയില്ല, നമുക്കും അറിയില്ല. അവിടെ ഉണ്ട് ആള്, അത്രേ ഉള്ളൂ. ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ആളുടെ ഭാഗത്തുനിന്ന് ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആസ് എ ഫുൾ ബാക്ക് വേസ്റ്റ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. എടാ കുണ്ടേക്കൊന്നും വയ്യ. കുറച്ചൊരു ക്രിയേറ്റീവ് ടൈപ്പ് ഓഫ് പ്ലേ ഇല്ലേ വേണ്ടത്? ഇവിടെ അങ്ങനെ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഓക്കെ, അറ്റാക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും കുണ്ടേക്ക് വയ്യ. ജംബലെ ആവറേജ്. ഒലീസെ പറയിപ്പിച്ചു, നോൺ ഷെലാൻഡ് ആക്കി നിന്ന ആള്. മാച്ച് മുഴുവൻ അവിടെ നോൺ ഷെലാൻഡ് ആക്കി നിന്ന്. മിസ് പാസ്, എടാ ഫസ്റ്റ് ടച്ച് വരെ കൊളായി കുറെ സമയത്ത്. എംബാപ്പെ, ആളെ പറ്റി ഞാൻ എന്താ പറയാ, 1 പന്ത് മര്യാദക്ക് കിട്ടിയിട്ടില്ല. 2 മോസ്റ്റ് ഓഫ് ദി ടൈം ഇയാൾ ഒറ്റക്കാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് ഗോൾ അടിക്കാൻ നോക്കാന്നല്ലാതെ ഇറ്റങ്ങളെ 4 ആൾക്കാരും കൂടെ ലിങ്ക് ആവണ സിറ്റുവേഷൻസ് വളരെ കുറവായിരുന്നു. ആൻഡ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഈ ഒരു ടീമിന്റെ മെയിൻ ഇഷ്യൂ എന്നല്ല, ഈ ഒരു ടീം കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ ഗോൾ അടിക്കുന്നത്. അല്ലാതെ സ്പെയിനിന് കിട്ടിയ പോലെ 2 ചാൻസ് കിട്ടി 2 ഗോൾ അടിച്ചു, ആ ഒരു ലെവലിലുള്ള ഒരു സംഭവം എഫിഷ്യൻസി ഇവരെ ഭാഗത്തുനിന്ന് ഈ വേൾഡ് കപ്പിൽ ഇല്ല.
അതും കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ആൻഡ് യാ ദേ ഓൾസോ ഫെയിൽ ടു ക്രിയേറ്റ് ചാൻസസ് ഫോർ എംബാപ്പെ, ഫോർ ദ ടീം, ആൻഡ് ഇറ്റ്സ് ഓവർ. എംബാപ്പയുടെ ഡിക്റ്റേറ്റർഷിപ്പ് നമ്മൾ ഇനി അടുത്ത നേഷൻസ് ലീഗ് വരെ വെയിറ്റ് ചെയ്യണം അതൊക്കെ കാണാൻ. ഓർ മൗറീനോയോടൊപ്പം റിയാൽ മദ്രിദിൽ കാണാം. ആള് ഫ്രസ്ട്രേഷൻ കാരണം ഉനായ് സിമോണെ പോയി തല്ലണൊക്കെ ഉണ്ടേന് കേട്ടോ. യെസ്, ലൈക്ക് എ ട്രൂ ഡിക്റ്റേറ്റർ, ജസ്റ്റ് ലൈക്ക് ഹിസ് ഐഡോൾ ഹോംലാൻഡ് റണ്ണൻ. വാവ്. വേറൊരു കൺഫേം ന്യൂസ് ആയിട്ടുള്ളത് ഇനി മുതൽ സിദാൻ ആയിരിക്കും ഫ്രാൻസിന്റെ കോച്ച്. ആ ഒരു 3-peat അറ്റ് റിയാൽ മദ്രിദ്, അതുപോലെ എന്തെങ്കിലും ഒരു മാജിക്, സിസു മാജിക് നമുക്ക് ഫ്രാൻസിൽ കാണാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റ് ചെയ്യുക. ആൻഡ് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് വാച്ച് ലോങ് ഒക്കെ ഉണ്ടാവും ഇൻഷാല്ലാ. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. ഈ മാച്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. ബൈ ബൈ.